ആനന്ദൻ എന്നോടൊപ്പം ചേരുന്ന കാസർഗോഡ് നിന്നാണ്. ആനന്ദൻ, ചുരുങ്ങിയ വാക്കുകളിൽ. യെസ് സർ, നിങ്ങളെ ന്യൂസ് 18 ചാനലിന് താങ്ക്സ്. താങ്ക് യു. അപ്പോ ഈ ദീപകിന്റെ മരണത്തിൽ ഇത് സാധാരണക്കാരനാണെങ്കിലും ഒരാൾ ഇങ്ങനെ കൊണ്ടുപോകുമല്ലോ. ഇത് വളരെ ഗംഭീരമായിട്ട് ആനയും അമ്പാരിയായിട്ട് കൊണ്ടുവന്നു. ഏതോ ഉദ്യോഗസ്ഥ പോകുന്ന പോലെയാണല്ലേ, ഒരു നമ്മള് ടൂറിസ്റ്റ് വണ്ടി അത് നോക്കിയ KL57 സാധാരണ ഒരു പാവപ്പെട്ട ഒരു വലിച്ചിറക്കിയിട്ട് കൊണ്ടുപോകില്ലേ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉണ്ട്, കുന്നമംഗലത്ത് ഹോസ്പിറ്റലുണ്ട്. ഇത് നേരെ കൊയിലാണ്ടിയിൽ വന്നിട്ട് ഇത് മെഡിക്കൽ ഡ്രസ്സിംഗ് ചെയ്ത് സ്വകാര്യം കൊണ്ടുപോയ പരിപാടി അറിയാതിരിക്കാൻ വേണ്ടി നടത്തിയ ഒരു നീക്കമാണെന്ന്. പണക്കാരൻ നീതി ഒരേപോലെയല്ലേ. നമ്മളെ കേരള പോലീസിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ശരി, കാരണം അവര് യൂണിഫോമിലും അല്ല. അറിയുമെന്ന് പേടിച്ചിട്ടായിരിക്കും. അതാണ് ഇതിനെ പ്രതികരിക്കേണ്ട തീർച്ചയായിട്ടും. അവൾ ഇന്നലെ കാട്ടിക്കൂട്ടിയ ഇതെന്തെന്ന വ്യഗ്രതയെല്ലാം ഇന്ന് അവള് മോഹമറച്ച് കൊണ്ടുപോകും. അതിന്റെ ആവശ്യമുണ്ടോ? തെറ്റ് ചെയ്തിട്ട് അവള് മോഹമറക്കൂല്ലോ. ശരി, വ്യക്തമാണ്. തെറ്റ് ചെയ്താൽ മോഹമറച്ച് പോയത്. യെസ്, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ഷാജിയും ബിനോയും ഉണ്ട്. രണ്ടുപേരുടെയും ചെറിയൊരു പ്രതികരണം എനിക്ക് എടുക്കേണ്ടതുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഷാജി, ബിനോയ്, എനിക്ക് കുറേ യൂട്യൂബ് പ്രേക്ഷകർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഷാജി പത്തനംതിട്ടയിൽ നിന്ന്. ഓക്കെ, ബിനോയ് നമസ്കാരം. യെസ്, ചുരുങ്ങിയ വാക്കുകളിൽ. ബിനോയ്, പോലീസിന്റെ കാര്യക്ഷമത കണ്ടോ? കാര്യക്ഷമത കണ്ടത് ഒരിക്കലും പോലീസ് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തതല്ല. ഇത് സെറ്റിൽമെന്റ് അറസ്റ്റ് ആണ്. കാണുമ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെയാണ്. ഇത് സെറ്റിൽമെന്റ് അറസ്റ്റ് ആണ്. പോലീസിന്റെ കഴിവ് കൊണ്ടല്ല. ഈ ലോക ക്രിമിനലും ഈ പ്രതിയും ഈ ഷംജിദ എന്ന് പറയുന്ന ക്രിമിനല് സ്വയം പോലീസിനെ വിളിച്ചു വരുത്തി സെറ്റിൽമെന്റ് അറസ്റ്റ് ആണെന്ന് കാണുമ്പോ തന്നെ അറിയാം. പക്ഷെ പോലീസ് ഒരു മാന്യത കാണിക്കണമായിരുന്നു. പോലീസ് വണ്ടിയിൽ ഇവളെ പോലെ ഉള്ളവരെ പിടിച്ചിരുത്തി കൊണ്ടുപോയി നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മൊഴിയെടുത്ത് പിന്നെയാണ് കോടതിയിൽ ഹാജരാക്കേണ്ടത്. അതുകൊണ്ട് ഇത് പക്ഷെ അങ്ങനെയല്ല. സ്റ്റേഷനിൽ ആരും അറിയാതിരിക്കാൻ വേണ്ടി കുറെ ദൂരെയുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞ് കുന്നമംഗലത്ത് ചെയ്യാതെ കൊയിലാണ്ടിയിൽ കൊണ്ടുപോയി ഒക്കെയാണ് ചെയ്യുന്നത്. അതാണ് അല്ല, അത് തന്നെ. ഇത് പുരുഷന്മാർക്ക് പോലും അപമാനമാണ്. ആ SIയും മറ്റേ ആളും ആ പുരുഷന്മാർക്ക് പോലും അപമാനമാണ്. ഇതിനൊക്കെയുള്ള ക്രിമിനൽ ഒരു ചെറുപ്പക്കാരനെ കൊന്നവള, ഒരു കുടുംബത്തിനെ നശിപ്പിച്ചവള. ഇവൾക്ക് ജാമ്യമില്ലാതെ ഈ വകുപ്പ് മാത്രമല്ല, അവൾക്ക് കൊലക്കുറ്റം മാത്രമല്ല, അവളുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കിയിട്ട് അതിനു വേണ്ടിയുള്ള കേസാണ് ബഹുമാനപ്പെട്ട കേരള പോലീസ് എടുക്കേണ്ടത്. കേരള പോലീസിന്റെ വീര്യം തന്നെ നഷ്ടപ്പെട്ടു. ഞായറാഴ്ച നടന്ന ഒരു സംഭവം ഇതുപോലുള്ള ഒരുത്തിയ പോലീസ് സെറ്റിൽമെന്റ് അറസ്റ്റാണ് എന്ന കാര്യം ഇപ്പൊ അങ്ങ് മാത്രമല്ല കേട്ടോ. സാധാരണ സർക്കാരിനെ എപ്പോഴും പിന്തുണയ്ക്കുന്ന കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നത്. അദ്ദേഹം പറയുന്നത് ഇത് കോംപ്രമൈസ് അറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് സാധാരണ ഇത് അങ്ങനെയൊക്കെ രൂക്ഷമായി വിമർശിക്കുന്ന നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമല എന്നോട് പറയുന്നത് കോംപ്രമൈസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.